എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ 45-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഈ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ സീരീസ് തുടർന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മളോടുള്ളത് കേരളത്തിൻ്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ KU മോഹൻ അങ്കിളാണ്. നമസ്കാരം അങ്കിൾ. നമസ്തേ ഡോക്ടർ അജയ. എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സെൻറ്ററിങ്ങോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ അങ്കിള് സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എന്താണ് എംപത്തറ്റിക് ലിസണിങ് എന്നുള്ളതിനെ കുറിച്ചും പറയുണ്ടായത്. അപ്പം ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ലിസണിങ് കഴിഞ്ഞു, നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കുറിച്ച് ഷെയർ ചെയ്യണ്ടായി. ഇനിയുള്ളൊരു ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എങ്ങനെയാണ് നമുക്ക് സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ സാധിക്കുന്നത്, ഒരു സ്നേഹപൂർവ്വം സംസാരിക്കാൻ സാധിക്കുന്നതിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ അങ്കിൾ കഴിഞ്ഞ ആഴ്ച 2 പ്രാക്ടീസസും പറയുണ്ടായി. അപ്പം അത് തുടർന്ന് ഇന്നത്തെ ചോദ്യത്തിനോടുള്ളൊരു ഉത്തരം ഷെയർ ചെയ്യാമോ? വെൽ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അനുകമ്പ, സഹാനുഭൂതി എന്നിവയോട് കൂടിയുള്ള ആഴത്തിലുള്ള ശ്രവണം, അതുപോലെ ഉരസലുകൾ വരുമ്പോൾ താൽക്കാലിക വിരാമം, പിന്നെ രാവിലെ ധ്യാനത്തിലൂടെ നമ്മൾ നേടിയെടുത്ത ധ്യാനാവസ്ഥ തീവ്രമാക്കുന്നതിനായിട്ട് ഹൃദയനിർഭരമായ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള സങ്കല്പങ്ങൾ, പ്രധാനമായിട്ടും ഒഴിവു സമയങ്ങളിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ചരാചരങ്ങളും ദിവ്യസ്മരണയിലാണ് എന്ന സങ്കല്പം. ഈ ഘടകങ്ങൾ ഹൃദയംഗവുമായ ആശയവിനിമയത്തെ എങ്ങനെ സഹായിക്കുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തത്. ഇനി ഹൃദയംഗവുമായ ആശയവിനിമയത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇപ്പോൾ ഡോക്ടർ അജയ് ചോദിച്ചത്, സ്നേഹത്തോടെ സംസാരിക്കുക എന്നുള്ളത്. എങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കാം? ലാലാജി മഹാരാജ് ഇതിന് ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലാലാജീസ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ, LPOC നമ്മൾ ഷോർട്ടായിട്ട് പറയും.
അതായത് ആശയവിനിമയത്തിന് ലാലാജി മഹാരാജിൻ്റെ തത്വസംഹിത. ഈ ലേഖനമാണ് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതിയിലെ ധ്യാനം, ശുദ്ധീകരണം, ഇവ മാത്രമല്ല ആത്മീയ പുരോഗതിക്ക് നമ്മെ സഹായിക്കുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളായിട്ട് ഇടപെടുന്ന രീതി, നമ്മൾ ആശയവിനിമയം നടത്തുന്ന രീതി, ആശയവിനിമയത്തിൻ്റെ ഗുണനിലവാരം, ഇവയെല്ലാം നമ്മുടെ ആത്മീയ പുരോഗതിയെയും ബോധത്തിൻ്റെ വികാസത്തെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ലാലാജി മഹാരാജിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, എ സിവിൽ ടങ് ഈസ് എ പ്രീ റിക്വസിറ്റ് ടു അച്ചീവ് ദ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ്. എത്ര അർത്ഥവത്തായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. അതായത് സംസ്കാരത്തോടെയുള്ള വാക്കുകൾ, സഭ്യമായ വാക്കുകൾ, മര്യാദയുള്ള വാക്കുകൾ, ഇവ ഉപയോഗിക്കേണ്ടത് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ പരിപൂർണത ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മുൻകൂറായി വേണ്ട അനിവാര്യമായ യോഗ്യതയാണ്. അപ്പോൾ ദാജി പറയാറുണ്ട്, എന്താണ് സിവിൽ ടങ് എന്നുള്ളതുകൊണ്ട് ലാലാജി മഹാരാജ് ഉദ്ദേശിക്കുന്നത്? സംസ്കാരമുള്ള വാക്കുകൾ എന്നുള്ളതുകൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതായത് സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് സുരക്ഷിതത്വബോധം നൽകുന്ന രീതിയിൽ സംസാരിക്കുക. അതിനെയാണ് ലാലാജി സിവിൽ ടങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംസ്കാരമുള്ള വാക്കുകൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാജി പറയാറുണ്ട്, അദ്ദേഹം ഈ ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രയോഗിക്കാറുണ്ട്. അദ്ദേഹം പറയും, അത് ഉപയോഗിക്കാത്ത സന്ദർഭങ്ങളിലെല്ലാം അസ്വസ്ഥതയും ഉരസലുമായിരുന്നു അതിൻ്റെ പല ദുരിതമായിരുന്നു എന്ന് പറയും അദ്ദേഹം, ഇത് ഉപയോഗിക്കാത്ത സമയത്ത്. അപ്പോൾ ലാലാജി മഹാരാജ് തുടർന്ന് പറയുന്നു, നമ്മുടെ ആശയവിനിമയം എന്ന് പറയുന്നത്, സംസാരം എന്ന് പറയുന്നത് ദിവ്യത്വത്തിൻ്റെ ഒരു പ്രവാഹം പോലെ ആയിരിക്കണം, ഒരു മന്ദമാരുതൻ ഒഴുകുന്ന പോലെ. അപ്പോൾ അതിന് അദ്ദേഹം പറയും, നമ്മൾ ആദ്യമായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം, ക്ഷിപ്രകോപം, മുൻകോപം, ദുർവാസാവിൻ്റെ മാതിരി, അതുപോലെ വൈകാരികമായിട്ടുള്ള പെരുമാറ്റം, പിന്നെ മ്ലാനത, ഒരു ചിന്താമൂകത, ഇത്തരം പെരുമാറ്റ രീതികൾ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് പരിപൂർണമായിട്ട് നാം ബോധപൂർവം നീക്കം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ദുർവാസാവ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ കാനശാന്തിവനത്തിൽ ഡോക്ടർ കണ്ടിട്ടുണ്ടാവും, നമ്മൾ യാത്രാ ഗാർഡനിൽ കൂടെ പോകുമ്പോൾ 7ാമത്തെ ചക്രത്തിൻ്റെ അടുത്ത് ദുർവാസാവിൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ദുർവാസാവിൻ്റെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കണമെന്ന് വെച്ചാൽ, ദാജി പറയും, ഒരിക്കലും അദ്ദേഹത്തെ പോലെ ആവരുത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ്. കാരണം എന്താ, അദ്ദേഹം എന്താ ചെയ്യുക, തപസ് ചെയ്ത് ആരെങ്കിലും ശപിക്കും, അപ്പോൾ തപശക്തി നഷ്ടപ്പെടും, വീണ്ടും തപസ്സിന് പോകും. അപ്പോൾ ഒരു ആത്മീയ സാധകൻ ഒരിക്കലും ദുർവാസാവിനെ പോലെ ആയി മാറരുത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ദുർവാസാവിൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറയും. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ
സംഭാഷണ രീതി ശാന്തമായിട്ട്, സ്ഥിതപ്രജ്ഞനായിട്ട്, സന്തുലിതാവസ്ഥയിൽ ദിവ്യത്വത്തിൻ്റെ പ്രവാഹമായിട്ട് ഒഴുകണം. അപ്പോൾ ഇനി ആരെങ്കിലും ദേഷ്യത്തോടെ നമ്മോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് ദേഷ്യത്തോടെ പ്രതികരിക്കുന്നതിന് പകരം ഒരു താൽക്കാലിക വിരാമം. ഈ താൽക്കാലിക വിരാമത്തിൽ ഹിതകരമായി പ്രതികരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ചോയ്സ് നമുക്കുണ്ട്. അപ്പോൾ ഓരോ സാഹചര്യത്തിലും അതിനനുസരിച്ച വാക്കുകൾ പ്രയോഗിക്കുക എന്നത് ഫലപ്രാപ്തി ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ താൽക്കാലിക വിരാമം എപ്പോഴും നമുക്ക് ഫലപ്രാപ്തി തരുന്നതാണ്. അപ്പോൾ താൽക്കാലിക വിരാമം വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് നമ്മളെ ഹൃദയവുമായിട്ടുള്ള ബന്ധം എപ്പോഴും സുദൃഢമായി വയ്ക്കണം. രാവിലെ നമ്മൾ ധ്യാനത്തിലൂടെ നേടിയെടുത്ത ധ്യാനാവസ്ഥ ഈ പ്രാർത്ഥനാ നിർഭരമായ സങ്കല്പങ്ങളിലൂടെ തീവ്രമാക്കണം. നമ്മൾ പറഞ്ഞു, ഒഴിവു സമയത്തുള്ള സങ്കല്പം എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ചരാചരങ്ങളും ദിവ്യസ്മരണയിലാണ്. അപ്പോൾ ധ്യാനാവസ്ഥയിലായിരിക്കണം എപ്പോഴും നമ്മൾ സംസാരിക്കേണ്ടത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തെ സ്പർശിക്കും. വാക്കുകൾ ദിവ്യത്വത്തിൻ്റെ ഒരു പ്രവാഹത്തിൻ്റെ ശക്തി ഉണ്ടാവുകയും ഒരു സമഞ്ജസമായ പൊരുത്തം, ഒരു ഹാർമണി ആശയവിനിമയത്തിൽ നമുക്ക് ദൃശ്യമാവും. നമ്മൾ പരസ്പരം കണക്റ്റഡ് ആണ് എന്നുള്ള ഫീലിംഗ് നമുക്കുണ്ടാവും ധ്യാനാവസ്ഥ നിലനിർത്തുന്ന സമയത്ത്. അപ്പോൾ ദാജി പറയാ, ഇത് നമ്മൾ പരീക്ഷിക്കേണ്ട പരിശീലന കളരി എന്ന് പറയുന്നത് എവിടെ അറിയോ? നമ്മളെ വീട്ടിലുള്ള ടീനേജേഴ്സിൻ്റെ അടുത്താണ്, കൗമാരപ്രായക്കാരുടെ അടുത്ത്. നമ്മളുടെ മക്കളാവാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കളോ ബന്ധുക്കളുടെ മക്കളോ നമ്മുടെ സഹോദരന്മാരോ സഹോദരിമാരോ. ഈ കൗമാരപ്രായക്കാരിലാണ് ഇത് പരിശീലിക്കേണ്ടതെന്ന് അദ്ദേഹം പറയാൻ കാരണം എന്താ? ടീനേജേഴ്സ്, അതായത് 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള പ്രായമുള്ള കൗമാരപ്രായക്കാർ. കാരണം ഗവേഷണങ്ങൾ കാണിക്കുന്നത് ആ പ്രായക്കാരിൽ ഹൃദയംഗമമായ ആശയവിനിമയം മാത്രമേ ഫലിക്കൂ. വേറെ ഒരു ആശയവിനിമയവും അവിടെ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇത് നമുക്ക് പരീക്ഷിച്ചറിയാനുള്ള ഒരു കളരിയാണ്. ഈ കൗമാരപ്രായക്കാരോട് നമ്മൾ ഈ രീതി പരിശീലിച്ച് അവിടെ പരാജയപ്പെട്ടാലും വീണ്ടും നമ്മൾ പരിശ്രമിക്കണം. അതാണ് നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ട് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ ഈ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ പരിശീലിക്കുന്നവരൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് നമുക്ക് തരുന്നത്. ആശയവിനിമയത്തിനപ്പുറം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള ആത്മീയ നിലയെയും സന്തോഷത്തെയും പോസിറ്റീവായി ബാധിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞിരുന്നു മുമ്പ്, നമ്മുടെ ആന്തരികമായ നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ആന്തരിക നില, ഇത് ബാഹ്യമായി നമ്മുടെ ആശയവിനിമയത്തെ സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആശയവിനിമയം ക്ലാഷ് ആവുന്ന സമയത്ത് നമ്മൾ ആവർത്തിച്ച് നമ്മൾ പറയുന്നത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ദേഷ്യം വരികയാണെങ്കിൽ നമുക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്. തിരിച്ച് ദേഷ്യം വരുന്നതിന് പകരം ആ ദേഷ്യത്തിൻ്റെ പിന്നിലുള്ള പൂർത്തീകരിക്കാത്ത ഒരു ആവശ്യം അല്ലെങ്കിൽ പ്രതീക്ഷ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആശയവിനിമയം കൂടുതൽ ഹൃദയംഗമമാവും. അതായത് ദേഷ്യം വരുന്നതിന് പകരം നമ്മൾ ജിജ്ഞാസു ആവുക, അതറിയാൻ വേണ്ടിയിട്ട്.
ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഫ്യൂരിയസ്, ബി ക്യൂരിയസ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്താ വെച്ചാൽ, നമ്മൾ ഉദ്ദേശത്തിന് തുടങ്ങിയത് എന്തായിരിക്കണം നമ്മൾ ആശയവിനിമയം നടത്തുമ്പോഴുള്ള ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, ആരോടാണോ ആശയവിനിമയം നടത്തുന്നത് ആ ആളുടെ ഹൃദയവുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, അവരെ തിരുത്തുക അല്ലെങ്കിൽ അവരെ ശരിപ്പെടുത്തുക, അവരെ കറക്റ്റ് ചെയ്യുക, അതല്ല ഉദ്ദേശം. അവർ ഇൻറ്റൻഷൻ ഈസ് ടു കണക്ട്, നോട്ട് ടു കറക്റ്റ് എന്നാണ് ലാലാജി മഹാരാജിൻ്റെ വേർഡ്സ്. അപ്പോൾ അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ആ ഉദ്ദേശം നമ്മൾ ബോധത്തിൽ സെറ്റ് ചെയ്യണം. ആശയവിനിമയം നടത്തുന്ന ആളുടെ ഹൃദയവുമായിട്ട് കണക്ട് ചെയ്യലാണ് എൻ്റെ ഉദ്ദേശം, കറക്റ്റ് ചെയ്യലല്ല. പിന്നെ മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുക എന്നുള്ള യാതൊരു തരത്തിലുള്ള ഉദ്ദേശവും നമുക്കുണ്ടാവാൻ പാടില്ല. ഇംഗ്ലീഷിൽ ഒരു പുസ്തകമുണ്ട്, പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം, ലൈറ്റ് ഓൺ ദ പാത്ത് എന്ന് പറയും. അത് ഒരു ഹിമാലയൻ മാസ്റ്റേഴ്സ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഹിമാലയൻ മാസ്റ്റേഴ്സിൽ ഒരാൾ സമാധിയായിട്ട് ഗ്രീസിൽ പോയിട്ട് ഒരു പുനർജന്മം എടുക്കുകയാണ്, ഇയാംബ്ലിക്കസ് എന്നുള്ള പേരിൽ. ഇപ്പോൾ എന്തിനാ പുനർജന്മം എടുക്കുന്നത് വെച്ചാൽ, ഈ ഹിമാലയൻ വിസ്റ്റം മുഴുവൻ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാനാണ്. അങ്ങനെ തർജ്ജമ ചെയ്തതിന് ശേഷം അത് പിന്നീട് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. ആ പുസ്തകത്തിൻ്റെ പേരാണ് ലൈറ്റ് ഓൺ ദ പാത്ത്. ചെറിയ പുസ്തകം, നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിൽ ഹൃദയംഗമമായ ആശയവിനിമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയണത്, യു ആർ എലിജിബിൾ ടു സ്പീക്ക് only when your tongue has lost its capacity to wound the heart of others. മറ്റുള്ളവരുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കാനുള്ള കഴിവ് എപ്പോഴാണോ നിങ്ങളുടെ നാക്കിന് നഷ്ടപ്പെടുന്നത്, അപ്പോഴാണ് നിങ്ങൾ സംസാരിക്കാൻ യോഗ്യനാവുന്നത്. എത്ര അർത്ഥവത്തായിട്ടുള്ള പ്രയോഗം നോക്കൂ. അപ്പോൾ നമ്മുടെ ഉദ്ദേശം കണക്ട് ചെയ്യലാണ്. മറ്റുള്ളവരുടെ ഹൃദയത്തിലെ ഒരു തരത്തിലും വേദനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം നമുക്കില്ല. ഇത് രണ്ടും നമ്മൾ ബോധത്തിൽ സെറ്റ് ചെയ്ത് വെക്കണം. ധ്യാനാവസ്ഥയാണ് അതിന് ഏറ്റവും എളുപ്പം. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഊർജത്തിൻ്റെ പ്രവാഹം പോലെയാണ്, ഊർജം തന്നെയാണിത്. വാക്കുകൾക്ക് സൃഷ്ടി ചെയ്യാനുള്ള കഴിവുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ആന എന്നുള്ള ഒരു വാക്ക് നമ്മൾ കേട്ടു നോക്കിയ, അപ്പം നമ്മുടെ ഉള്ളിൽ ആനയുടെ ഒരു രൂപം ഉണ്ടാവും അല്ലേ. ആനയെ പേടിയാണെങ്കിലോ ഒരു ഭയം എന്നുള്ള ഭാവം ഉണ്ടാവും. അപ്പോൾ ഒരു വാക്ക് ഒരു രൂപവും ഭാവവും സൃഷ്ടിക്കുന്നു, നമ്മുടെ ഉള്ളിലും അത് കേൾക്കുന്ന ആളുടെ ഉള്ളിലും. സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപവും ഭാവവും അല്ലേ. അതുകൊണ്ടാണ് വാക്കുകൾക്ക് സൃഷ്ടി ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ. കാരണം ഒരു സൃഷ്ടി അപ്പം തന്നെ സംഭവിക്കും, നമ്മുടെ ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലും. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു വാക്ക് പറയാം, സ്റ്റുപ്പിഡ് എന്ന് പറയാം. അതൊരു പ്രത്യേക ഊർജത്തിൻ്റെ പ്രവാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും, ഒരു ഫീലിംഗ്. ഞാൻ പീസ്ഫുൾ എന്ന് പറയാനായിരിക്കുക, അതിൻ്റെ എനർജി ലെവൽ വേറെയില്ലേ. രണ്ട് വാക്കുകൾക്കും രണ്ട് ഊർജ പ്രവാഹം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് വാക്കുകൾക്ക് സൃഷ്ടി ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തികൾ, ഇതിന് ഊർജത്തിൻ്റെ ഒരു വൈദ്യുത കാന്തിക മണ്ഡലം സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ ചുറ്റും. ഈ വൈദ്യുത കാന്തിക മണ്ഡലം സുനാമി പോലെ വന്ന് എല്ലാം നശിപ്പിക്കാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു രോഗശാന്തി ശുശ്രൂഷയ്ക്കും ഇത് ഉപയോഗിക്കാം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് രീതി ഇത് നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നു. ഈ സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലുണ്ട്.
അപ്പോൾ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും അതുപോലെ നമ്മുടെ ചിന്തകളും നമ്മുടെ ചുറ്റും ഒരു ഊർജ്ജ പ്രവാഹം ഉണ്ടാക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ആദ്യം നമ്മെ ബാധിക്കും, പിന്നെ നമ്മുടെ ചുറ്റുമുള്ള മറ്റാളുകളെ ബാധിക്കും, പിന്നെ അന്തരീക്ഷത്തെ ബാധിക്കും, പ്രപഞ്ചത്തെ മുഴുവൻ ബാധിക്കും. അപ്പോൾ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും വാക്കുകളും പ്രപഞ്ചത്തെ മുഴുവൻ ബാധിക്കും. ഈ തത്വമാണ് എല്ലാ മന്ത്രങ്ങളുടെയും ആ മന്ത്രങ്ങളുടെ ആവർത്തനങ്ങളുടെയും പിന്നിലുള്ളത്. ഇതിന് ഇത്രമാത്രം ഒരു ഇഫക്റ്റ് നമ്മുടെ ചുറ്റും നമ്മുടെ അന്തരീക്ഷത്തിലും പുറത്തുണ്ട്. ഇനി ഈ വാക്കുകളുടെ ഊർജ്ജപ്രവാഹത്തിൻ്റെ ശക്തി കുട്ടികളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി ദാജി നമ്മുടെ ഹാർട്ട്ഫുൾനെസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നായിരുന്നു, ചെറിയ കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം 2 ചെടിച്ചട്ടികൾ, സിമ്പിളായിട്ടുള്ള പരീക്ഷണമാണ്. അതിലെല്ലാം മണ്ണും വളവും ഒക്കെ രണ്ടിലും ഒരേമാതിരി നിറച്ചു. അതുപോലെ തന്നെ ഒരേ രീതിയിലുള്ള വെള്ളവും സൂര്യപ്രകാശവും കിട്ടുന്ന മാതിരി. ഈ 2 ചെടിച്ചട്ടികളിലും ഈ പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ വിത്ത് ഇടുകയാണ് മുളയ്ക്കാൻ. അത് കഴിഞ്ഞ് മുളച്ച് ഒരു 3-4 ദിവസം പ്രായമായപ്പോൾ അത് 2-3 ഇലകൾ വന്ന സമയത്താണ് പരീക്ഷണം തുടങ്ങുന്നത്. അപ്പോൾ രണ്ടിലും മുളച്ച് ഒരേ രീതിയിൽ നിൽക്കണം. അപ്പോൾ ഈ 2 ചെടിച്ചട്ടികൾ 2 റൂമിലേക്ക് മാറ്റി, സെപ്പറേറ്റ്. പക്ഷേ ഒരേ രീതിയിലുള്ള വെള്ളവും സൂര്യപ്രകാശവും അതിന് കിട്ടും. എല്ലാ കണ്ടീഷൻസും ഒരേമാതിരി. ഒന്നിൻ്റെ മുമ്പിൽ ഒരു ബോർഡ് വെച്ചു, ഗുഡ് എന്ന് പറഞ്ഞിട്ട്. മറ്റേ ചെടിച്ചട്ടിയുടെ അടുത്തൊരു ബോർഡ് വെച്ചു, ബാഡ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു ആപ്പിൾ 2ആയിട്ട് മുറിച്ചിട്ട് ഒരു പകുതി ഈ ഗുഡ് എന്ന് എഴുതിയ ട്രേയുടെ അടുത്ത് വെച്ചു, മറ്റേ പകുതി ബാഡ് എന്ന് എഴുതിയ അവിടെയും വെച്ചു, ഈ ചെടിച്ചട്ടിയുടെ അടുത്ത്. എന്നിട്ട് ഓരോ ദിവസവും അദ്ദേഹം കുട്ടികളോട് നിർദ്ദേശിച്ചു. ഇപ്പോൾ രാവിലെ കുട്ടികൾ ഒരു പ്രത്യേക സമയത്ത് ഈ ഗുഡ് എന്ന് എഴുതിയ ചെടിച്ചട്ടിയുടെ അടുത്ത് പോയിട്ട് എല്ലാ പോസിറ്റീവായിട്ടുള്ള കമൻസും പറയണം. നീ എത്ര ഭംഗിയുള്ള ആളാണ്, എത്ര മനോഹരമായിട്ടാണ് നീ വളർന്നു വരുന്നത്, നിൻ്റെ ഇലകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്, ഞങ്ങൾക്ക് തന്നെ നല്ല സ്നേഹമാണ്, ഞങ്ങൾ നിന്നെ വെള്ളവും എല്ലാം തന്ന് നന്നായിട്ട് വളരും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും എല്ലാ പോസിറ്റീവായിട്ടുള്ള കമൻസ്. മറ്റേ റൂമിൽ ഉടനെ തന്നെ അപ്പുറത്തെ റൂമിൽ പോയിട്ട് അവിടെ ബാഡ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ചെടിച്ചട്ടിയുണ്ട്, അവിടെ ഒരു പകുതി ആപ്പിളും വെച്ചിട്ടുണ്ടല്ലോ. അവിടെ പോയിട്ട് എല്ലാ ബാഡ് കമൻസും. നീ എത്ര വൃത്തികെട്ട ചെടിയാണ്, നിന്നെ കാണുന്നതേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, കണ്ടില്ലേ നിന്നെ ഞങ്ങൾ വെറുക്കണു. ഇങ്ങനെ പറ്റാവുന്ന എല്ലാ നെഗറ്റീവ് വേർഡ്സും പ്രയോഗിക്കുക. ഇത് കണ്ടിന്യൂ ചെയ്തു ഒരാഴ്ച, ഗുഡ് ആൻഡ് ബാഡ് വേർഡ്സ്. ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ അത്ഭുതം മനസ്സിലായത്. ഇപ്പോൾ ഗുഡ് എന്ന് എഴുതിയിട്ടുള്ള ഈ ചെടിച്ചട്ടിയിൽ വളരുന്ന ചെടികളൊക്കെ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് നല്ല ഭംഗിയിൽ തഴച്ച് വളരാൻ തുടങ്ങി. ബാഡ് എന്ന് എഴുതിയിട്ടുള്ള ചെടികളെല്ലാം പതുക്കെ മഞ്ഞ കളറായിട്ട് ഇങ്ങനെ തല കുനിച്ച് വാടാൻ തുടങ്ങിയത്. ഈ ആപ്പിൾ പകുതി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഗുഡ് എന്ന് എഴുതിയിട്ടുള്ള ട്രേയിൽ വെച്ചിരിക്കുന്ന ഈ ആപ്പിള് കുറച്ച് മഞ്ഞ കളറായി, പക്ഷെ കേടുവന്നില്ല. ബാഡ് എന്ന് എഴുതിയിട്ടുള്ള ട്രേയിൽ വെച്ചിരിക്കുന്ന ആപ്പിള് കറുത്ത് അഴുകി ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. രണ്ടും പകുതി ആപ്പിളാന്ന് ആലോചിക്കണം. അതായത് വാക്കുകളുടെ ഊർജ്ജപ്രവാഹം കണ്ടോ? അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സസ്യങ്ങളെയും ജന്തുക്കളെയും എല്ലാ സസ്യജാലങ്ങളെയും ഈ വാക്കുകൾ ബാധിക്കുന്നു എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ മനുഷ്യനെ ബാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ? അപ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തിയെ ബാധിക്കും. ഇപ്പോൾ നമ്മൾ ദേഷ്യം വന്നിരിക്കുക നിൽക്കുക, നമ്മുടെ ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകില്ലേ? അപ്പോൾ ആദ്യമായിട്ട് ബാധിക്കുക നമ്മുടെ മെറ്റബോളിസം, ദഹന വ്യവസ്ഥ. ദഹന വ്യവസ്ഥയെ ബാധിച്ചാൽ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന രീതി തകരാറിലാവും. അപ്പോൾ ആദ്യം ബാധിക്കുക നമ്മുടെ സ്കിന്നിൻ്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടും. സ്കിന്നിൻ്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടാൽ
പുറത്തുള്ള വൈറസ്, ഫംഗസ്, ബാക്ടീരിയ നമ്മുടെ സ്കിന്നിൽ കൂടെ നമ്മുടെ ശരീരത്തിൽ കയറും. അപ്പോൾ നമ്മുടെ ബയോളജിക്കൽ ഇൻറ്റഗ്രിറ്റി, ജീവശാസ്ത്രമായിട്ടുള്ള നമ്മുടെ ഘടന തന്നെ നമ്മുടെ മനസ്സിൻ്റെ കണ്ടീഷനിങ്ങും നമ്മളെ ചിന്തകളും പ്രവൃത്തികളും വാക്കുകളെയും ആശ്രയിച്ചായിരിക്കുന്നത്. അത് ആദ്യം നമ്മെ ബാധിക്കും, നമ്മുടെ ചുറ്റുമുള്ളവരെ ബാധിക്കും, അന്തരീക്ഷത്തെ ബാധിക്കും, പ്രപഞ്ചം മുഴുവൻ ബാധിക്കുന്നു. അപ്പോൾ നമ്മൾ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ അതിന് ഘനീഭാവം ഉണ്ടാക്കാതെ നോക്കണം, മുദ്രകൾ ഉണ്ടാക്കാതെ. നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലും മറ്റുള്ളവരുടെ സൂക്ഷ്മ ശരീരത്തിലും, സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് മനസ്സും ബുദ്ധി അഹങ്കാരം അടങ്ങുന്ന ബോധത്തിൻ്റെ മേഖലയിൽ ഘനീഭാവം, ഹെവിനെസ് ഉണ്ടാക്കാതെ ആയിരിക്കണം നമ്മൾ വാക്കുകൾ ഉണ്ടാക്കേണ്ടതെന്നാണ് ലൈറ്റ്നെസ് ആൻഡ് ജോയ് വരണം, ലാഘവത്വവും ആനന്ദവും വരും. അപ്പോൾ ഒരു തുറന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഘവത്വം ഫീൽ ചെയ്യും, ആനന്ദം ഫീൽ ചെയ്യും. അതിൽ നിന്ന് വാക്കുകൾ അനുഗ്രഹ വർഷമായിട്ട് ഒഴുകുക. ഒരു സൂഫി വചനമുണ്ട്, അതായത് നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്ന ഭവനം നിർമ്മിച്ചിട്ടുള്ളത്, നമ്മുടെ വീട് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ശപിക്കുക എന്ന് വിചാരിക്കാം, നമ്മൾ വിചാരിക്കുക ശാപം മറ്റുള്ളവരെ ബാധിക്കുകയല്ല, ആദ്യം നമ്മുടെ ഹൃദയത്തെ അത് ബാധിക്കും, നമ്മുടെ ഹൃദയത്തിൽ മുറിവേൽക്കും അത്. അപ്പോൾ നമ്മളെ മുറിവേൽപ്പിക്കാതെ നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിന് മുറിവേൽപ്പിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണത്? നമ്മളെല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ കരുണ, അനുകമ്പ, സഹാനുഭൂതി എന്നിവ നിറഞ്ഞ വാക്കുകളാണ് പ്രയോഗിക്കണമെങ്കിലോ നമ്മൾ കരുണയും സഹാനുഭൂതിയിലും നമ്മൾ ജീവിക്കും. നേരെ മറിച്ച് നമ്മൾ ശാപവാക്കുകളും പ്രയോഗിക്കുക, പഴിചാരുക ആളുകളെ, അതുപോലെ എന്താ പറയുക, ഗോസിപ്പ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ചുറ്റും വിഷലിപ്തമായി മാറും. അപ്പോൾ പരദൂഷണം പറയുന്നതിന് ഒരു ചെക്ക്, ഒരു ഗോസിപ്പ് ചെക്ക് ഉണ്ട് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷനിൽ. ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ് ഗോസിപ്പ് ചെക്ക്. അതായത് പരദൂഷണം പറയുന്നത് തടയാനുള്ള ചില നിബന്ധനകൾ, 3 നിബന്ധനകളാണ് അതിൽ പറയുന്നത്. ഒന്ന്, നമ്മൾ പറയുന്ന, ഇപ്പോൾ ഒരു വ്യക്തിയുടെ അസാന്നിധ്യത്തിൽ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് പറയുന്ന കാര്യം നമുക്ക് 100% ഉറപ്പാണോ, അത് സത്യമാണോ, ആദ്യം ചെക്ക് ചെയ്യുക. 2, ഈ പറയുന്ന കാര്യം പോസിറ്റീവാണോ, കരുണയോടുകൂടിയുള്ളതാണോ, രണ്ടാമത്തെ ചെക്ക്. 3-മത്തെ ചെക്ക്, ഇത് പറയേണ്ടത് അനിവാര്യമാണോ, നെസസറി ആണോ. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം അല്ല, നോ എന്നാണെങ്കിൽ ഈ കാര്യം പറയേണ്ടതില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇത് പരദൂഷണത്തിൻ്റെ പട്ടികയിൽപ്പെടുത്താൻ നടത്തും. ഇതിനാണ് ഗോസിപ്പ് ചെക്ക് എന്ന് പറയുന്നത്. നമുക്ക് പരീക്ഷിക്കാവുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ സംസാരം മുന്നോട്ട് പോകേണ്ടത്. ഇനി ഈ ആഴ്ചത്തെ പരിശീലനത്തെക്കുറിച്ച് പറയാം. ഒന്ന് ഇതാണ്, ഗോസിപ്പ് ചെക്കാണ്. അതായത് പരദൂഷണത്തിനെ തടയാൻ വേണ്ടിയിട്ടുള്ള നിബന്ധനകൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആശയവിനിമയം നടത്തുന്ന സമയത്ത്, ഒരാളെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അയാളുടെ അസാന്നിധ്യത്തിൽ ഈ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഗോസിപ്പ് ചെക്ക്. അതാണ് ഈ ആഴ്ചത്തെ ഒരു പരിശീലനം. 2, നമ്മുടെ വോയിസ്, ശബ്ദം ടൈറ്റായിരിക്കുകയെന്ന് വയ്ക്കുക, വൈകാരികത കൊണ്ട് ഷാർപ്പായിരിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ശബ്ദം നമ്മൾ വൈകാരികമായിട്ട് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വയ്ക്കുക. അപ്പോൾ ഒരു താൽക്കാലിക വിരാമം എടുക്കുക.
ഡീപ്പായിട്ട് 2-3 പ്രാവശ്യം ശ്വാസം ഉള്ളിലെടുക്കുക, സാവധാനം പുറത്ത് വിടുക. ഡീപ്പ് ബ്രീത്തിങ്. എന്നിട്ട് നമ്മുടെ ഹൃദയവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക. സ്നേഹത്തോടെ നമ്മുടെ ഹൃദയവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. ഹൃദയത്തോട് നമ്മളൊന്ന് മന്ദഹസിക്കണം. രാജി പറയണം, ഒരു പുഞ്ചിരി നമ്മുടെ ഹൃദയത്തിനോട്. നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ നമ്മുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ ഇഷ്ടദേവനെ ഹൃദയത്തിൽ സൂക്ഷ്മ രൂപത്തിൽ പ്രതിഷ്ഠിക്കുക. നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ഗുരു ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ രൂപം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ ഹൃദയവുമായിട്ട് നമ്മുടെ ഹൃദയം കണക്ട് ചെയ്യാം. സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ കണക്ഷൻ ഉറപ്പുവരുത്തുക. ഈ അവസ്ഥയിൽ നമ്മൾ സംസാരിക്കാനും കേൾക്കാനും തയ്യാറായി എന്നർത്ഥം. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം. നമ്മൾ പറഞ്ഞു, അതിന് സൃഷ്ടി ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആശയവിനിമയം നടത്തുന്ന ആളുടെ ഹൃദയവുമായിട്ട് കണക്ട് ചെയ്യാനാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുക. മറ്റുള്ളവരുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശമേ നമുക്കില്ല. ശാന്തമായിട്ട്, സ്ഥിതപ്രജ്ഞനായിട്ട്, സന്തുലിതാവസ്ഥയിൽ സംസാരിക്കുക. ശ്രദ്ധയോടുകൂടി വാക്കുകൾ തിരഞ്ഞെടുക്കുക. ഈ ആശയവിനിമയം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ ശ്രദ്ധിക്കുക. ഹൃദയത്തിൽ വികാസം അനുഭവപ്പെടും. ഹൃദയത്തിൻ്റെ വികാസവും ബോധത്തിൻ്റെ വികാസവും നമുക്ക് ആശയവിനിമയത്തിൻ്റെ സമയത്ത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആശയവിനിമയം ഹൃദയംഗവുമാണ്. അപ്പോൾ അത് അനദർ ടെസ്റ്റാണ് നമുക്ക്. അപ്പോൾ ഹൃദയംഗവുമായ ആശയവിനിമയമാണ് നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അർത്ഥം. ഈ ഹൃദയംഗവുമായ ആശയവിനിമയം എന്ന് പറയുന്നത് ഒരു വൈറസ് പോലെയാണ്, പകർച്ചവ്യാധിയാണിത്. നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മുടെ ഈ ആശയവിനിമയ രീതി അനുകരിക്കാനുള്ള സാധ്യതയുണ്ട്. താങ്ക് യു. നമസ്കാരം. താങ്ക് യു അങ്കിൾ. ഒരുപക്ഷെ ഇന്നത്തെ ഒരു ചർച്ചയും അതിനുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു കണക്റ്റിംഗ്, വളരെ കണക്റ്റിംഗ് ആയിട്ട്. ഇപ്പം ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ മാത്രമല്ല, ഈ കേൾക്കുന്ന എല്ലാ ഓഡിയൻസിനും അത് വളരെ കണക്റ്റിംഗ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ റിയാലിറ്റി ചെക്ക്, ഗോസിപ്പ് ചെക്ക് എന്നുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ടാസ്കും കൂടെയാണ് ഈ ആഴ്ച നമുക്ക് തന്നിരിക്കുന്നത്. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഗോസിപ്പ് ചെക്ക്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് തിരിച്ചതിലോട്ട് കേൾക്കാം, കേട്ടിട്ട് അത് നോട്ട് ചെയ്യാം, അത് പ്രാക്ടീസ് ചെയ്യാം ഈ ഒരു ആഴ്ചത്തേക്ക്. സോ താങ്ക് യു സോ മച്ച് അങ്കിൾ, ഇന്നത്തെ ചോദ്യം വളരെ മനോഹരമായി എക്സ്പ്ലെയിൻ ചെയ്തതിൽ. എപ്പോഴത്തെയും പോലെ തന്നെ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് ശേഷം നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ധ്യാനിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് കേൾക്കുന്നവർക്ക് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് പറയാം. അതിനുശേഷം നമ്മൾ ഓഫ്ലൈനായിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് യൂണിവേഴ്സൽ പ്രയറിലേക്ക് കിടക്കും. അപ്പം ആദ്യം എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശമുണ്ടെന്നും ആ പ്രകാശം നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതുമായി അനുഭവിക്കുക. ആ പ്രകാശത്തിൻ്റെ ശാന്തിയിലും സ്നേഹത്തിലും ഒഴുകി ആ ധ്യാനാവസ്ഥ തുടരാം. ധ്യാനിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചിന്തകൾ, അലട്ടുന്ന തോട്ട്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ തിരിച്ച് ഹൃദയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഹൃദയത്തിലുള്ള ദിവ്യപ്രകാശത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് ധ്യാനം കണ്ടിന്യൂ ചെയ്യാം.
അപ്പോൾ നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം, സത്സംഗം. അതിനുശേഷം 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം. നമസ്കാരം.